എന്റെ ബാപ്പാക്ക് പുറത്തു കൊടുക്കണം അല്ലാ. എന്റെ ബാപ്പതക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ബാപ്പ, ഒരുപാട് ബുദ്ധിമുട്ടിയ ബാപ്പ. നണ്ടതാ നിലത്തിൽ വെച്ചിട്ടുള്ളത് എന്റെ ബാപ്പ ചെറിയേക്കുമ്പോ മുൽപ്പെടുമ്പോ ഉമ്മ തട്ടിത്ത് ബാപ്പ കുഞ്ചിലിട്ടിത്ത് ഒരുപാട് നക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞ ബാപ്പ ഉമ്മ. അല്ലാ, ആ ബാപ്പാക്ക് നീ പുറത്തു കൊടുക്കണു അല്ലാ. ആ ബാപ്പ നക്കിത അവാക്കി വെച്ചിര്, ആ ബാപ്പ നക്ക് സമ്പത്താക്കി വെച്ചിര്, നക്ക് ബൈക്ക് തന്നിര്, കാറ് തന്നിര്, ലോറി തന്നിര്, നിന്റെ ഗൾഫ് കടത്തിര്, നക്ക് ഇൽമു തന്നിര്, നിന്റെ വിദ്യാവാന്മാരാക്കിര്. അതുകൊണ്ട് അല്ലാ, നിന്റെ ബാപ്പക്ക് നീ ഖൈറ് കൊടുക്കണോ അല്ലാ. നിന്റെ ബാപ്പാക്ക് ആ ഖബറിൽ നല്ല എണയും തുണയും കൊടുക്കണോ അല്ലാ. നിന്റെ ബാപ്പയുടെ എല്ലാ ദോഷങ്ങൾ പുറത്തു കൊടുക്കണോ അല്ലാ. ദുആരക്കടങ്ങത്തെ ഒരു ഇഖ്ലാസുള്ള ഒരു കിടാവ് നിനക്ക് ഉണ്ടാ ദുനിയാവില്, നീ വിജയിച്ചു പോയാട്ട് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഞങ്ങളെ ആ കൂട്ടത്തിലാക്കട്ടെ. അപ്പൊ ഒരു കൊടി പിടിക്കുമ്പോ മോനും 2 കൊടി പിടിക്കടാ. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. അബ്ബ പോണ്ടേ തെരുലെ മക്ക പോണ്ടേ. അപ്പൊ അബ്ബ നല്ല ഓണം. നിന്റെ ഒരു കിതാബ് ഒരു അലിഫ് പഠിച്ചാൽ ഒരു അലിഫ് യാറെ പഠിക്കണ്ടില്ല. ഖുർആന്റെ ഒരു അലിഫ് ഒരാൾ പഠിച്ചു പോയെങ്കിൽ നീന് ഫ്ലാറ്റ് കൊടുത്തിട്ടൊന്നും പ്രയോജനമില്ല. നിന്റെ മോണുകു സൂപ്പർ മാർക്കറ്റ് ആക്കി കൊടുത്തിട്ടും പ്രയോജനമില്ല. അതേ നിലക്ക് നിന്റെ മോണുകു ഒരു അലിഫ് നീ പഠിപ്പാട്ടി പോയെങ്കിൽ നീ വലിയ ഭാഗ്യവാൻ. അത് വലിയൊരു സ്വത്ത്. നിന്റെ മരണത്തിന്റെ ശേഷം ഉപകാരമുള്ള സ്വത്ത് ഉണ്ട് മുഹമ്മദ് മുസ്തഫ. ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇൽമുള്ളൊരു കിടാവു, ദുആക്കടങ്ങത്തെ ഒരു കിടാവു. നാളെ മരിച്ചതിൽ പിന്നെ നിന്റെ ഖബർ കാണുമ്പോ അസ്സലാമു അലൈക യാ അബി, അസ്സലാമു അലൈക യാ ഉമ്മി ചൊല്ലങ്ങത്തെ ഒരു കിടാവ് നിക്ക് ഉണ്ടാ. അതിനേക്കാളും വലിയ സമ്പത്ത്, വലിയ സ്വത്ത് ലോകത്തിൽ വേറെ ഇല്ല. ഔ ഞങ്ങളെ മക്കളെ ആലിമീങ്ങളാക്കട്ടെ. ഞങ്ങളെ മക്കളെ ഉലമായിൽ അല്ലാഹ് പെടുത്തി തരട്ടെ. ഈ റായത്ത് എത്ര ഉലമാക്കളുണ്ട് അക്കൊന്നില്ല. കൊടുക്കൽ ഉസ്താദ്മാരുള്ള ഉസ്താദ് ഒന്നില്ല ആക്കണം. ഞങ്ങളെ മക്കളെ കൂടെ ഉസ്താദന്മാർ നല്ല ഫ്രീ ഉള്ള ടൈമു മഗ്രിബ് ഇശാന്റെ ഇടയിലെല്ലാം ഞങ്ങളെ മക്കകോ SLC പാസ്സായ മക്കയ്ക്കുവാർ, 10ാം ക്ലാസ്സിൽ പാസ്സായ മക്കയ്ക്കുവാർ അങ്ങ് ഔത്തിൽ വെറുതെ വെച്ച് തിരിയെടുക്കാലും ഹൈറ്. പള്ളിയിൽ നല്ല ഒരു അരഗണ്ട 1 ഗണ്ട ദർസ് മക്ക പഠിക്കട്ട്. മക്ക മുത്തല്ലിമാവട്ട്. മുത്തല്ലിമായിട്ട് മുണ്ടാസ് കെട്ടോന്ന് ചൊല്ലല്ല. പാൻറ് ഇടട്ട്, ഒരു തൊപ്പി വയ്ക്കട്ട്, നടക്കട്ട്, കുഴപ്പമൊന്നുമില്ല. ഊഹം വിചാരിച്ചങ്ങനെ മൊയിലാറായൊന്നും കാശ് കിട്ടലേ, ബംഗാറ് കിട്ടലേ, കാറ് കിട്ടലേ, ആചാർമാർ നോക്കലേ. സുബ്ഹാനല്ലാഹ്. ഇത് ഒരിക്കലും ഞങ്ങൾ കരുതി പോകണ്ട. ഞങ്ങളെ ഒരു കിടാവെങ്കിലും നല്ല ഇൽമുള്ളൊരു കിടാവണം. അല്ലാഹു അക്കൂട്ടത്തിൽ ഞങ്ങളെ മക്കളെ അല്ലാഹു ആക്കി തീർക്കട്ടെ. നഫ്ഉ പഠിച്ച് ഇൽമു പഠിച്ച് നല്ലൊരു ഇൽമുള്ളൊരു കിടാവ് വേണം. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നു, ദുനിയാവിൽ വെച്ചിട്ട് നിങ്ങൾ മരിച്ചതിൽ പിന്നെ കിട്ടിയ സ്വത്ത് അതൊരു കിടാവായിട്ട്. എങ്ങനത്തെ കിടാവ്? ദുആറക്കടങ്ങനത്തെ കിടാവ് എന്ന് പാട ചെന്നില്ലേ? മയ്യത്ത് നിസ്കരിക്കേണ്ട കിടാവ് ഞങ്ങളെ ബാപ്പടെ. ബാപ്പടെ മയ്യത്ത് നിസ്കരിക്കേണ്ട കിടാവ് മോണാവണോ? ഉമ്മയുടെ മയ്യത്ത് നിസ്കരിക്കേണ്ടത് മോണാവണോ? അല്ല, അവിടെ വലിയൊരു ഉസ്താദ് വന്ന് സമ്മതം കൊടുക്ക, ഉസ്താദ് നിങ്ങൾ നിസ്കരിക്കരുത് എന്റെ ബഗിൽ. പക്ഷേ ആ സമയത്ത് നല്ല ഇൽമുള്ളൊരു കിടാവുണ്ടെങ്കിൽ ആ കിടാവായിട്ട് കൊടും ബാപ്പയുടെ മയ്യത്ത് നിസ്കരിക്കേണ്ടത്. കാരണം ബാപ്പയുടെ മയ്യത്തിന് മുട്ട നിന്നിട്ട് അല്ലാഹു അക്ബർ ഒന്നാമത്തെ തക്ബീരിൽ ഫാത്തിഹ ഓതിയിട്ട് 2ാം തക്ബീരിൽ സ്വലാത്ത് ചൊന്നിട്ടു 3ാം തക്ബീരിൽ അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅക്രിം നുസുലഹു വസ്സി മദ്ഖലഹു വഅഗ്സിൽഹു ബിൽ മാഇ വസ്സൽജ്. സുബ്ഹാനല്ലാഹ്. ഈ ദുആറക്കൽ ഒരു കിടാവ് ഞങ്ങൾ ഉണ്ടെങ്കിൽ എന്തിനാ അതിന് അർത്ഥകൊത്തുണ്ടോ? പടച്ച റബ്ബേ, എന്റെ ബാപ്പാക്ക് പുറത്തു കൊടുക്കണം അല്ലാ. എന്റെ ബാപ്പതക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ബാപ്പ, ഒരുപാട് ബുദ്ധിമുട്ടിയ ബാപ്പ. നണ്ടതാ നിലത്തിൽ വെച്ചിട്ടുള്ളത് എന്റെ ബാപ്പ ചെറിയേക്കുമ്പോ മുൽപ്പെടുമ്പോ ഉമ്മ തട്ടിത്ത് ബാപ്പ കുഞ്ചിലിട്ടിത്ത് ഒരുപാട് നക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞ ബാപ്പ ഉമ്മ. അല്ലാ, ആ ബാപ്പാക്ക് നീ പുറത്തു കൊടുക്കണു അല്ലാ. ആ ബാപ്പ നക്കിത അവാക്കി വെച്ചിര്, ആ ബാപ്പ നക്ക് സമ്പത്താക്കി വെച്ചിര്, നക്ക് ബൈക്ക് തന്നിര്, കാറ് തന്നിര്, ലോറി തന്നിര്, നിന്റെ ഗൾഫ് കടത്തിര്, നക്ക് ഇൽമു തന്നിര്, നിന്റെ വിദ്യാവാന്മാരാക്കിര്. അതുകൊണ്ട് അല്ലാ, നിന്റെ ബാപ്പ
ബാപ്പക്ക് നീ ഖൈറ് കൊടുക്കണം അല്ലാ. നിന്റെ ബാപ്പാക്ക് ആ ഖബറിൽ നല്ല എനയും തുണയും കൊടുക്കണം അല്ലാ. നിന്റെ ബാപ്പയുടെ എല്ലാ ദോഷങ്ങൾ പുറത്തു കൊടുക്കണം അല്ലാ. ദുആരക്കടങ്ങത്തെ ഒരു ഇഖ്ലാസുള്ള ഒരു കിടാവ് നിനക്ക് ഉണ്ടാ ദുനിയാവില് നീ വിജയിച്ചു പോയായിട്ട് മുഹമ്മദ് മുസ്തഫ അല്ലാഹു ഞങ്ങളെ ആ കൂട്ടത്തിലാക്കട്ടെ. അഥവാ ഞങ്ങൾ വിചാരിച്ച പോലെ ഇൽമു പഠിച്ച് എന്തിനെ കിട്ടാ വാ ഒരു വക്കീല പഠിച്ചിരെങ്ക നല്ല ഒരു ഡിഗ്രി പഠിച്ചിരെങ്കിൽ എന്തെങ്കിലും കിട്ടുമല്ല കിട്ട പിടിക്കണ്ടല്ല. ഞങ്ങളെ മക്ക നല്ല വിദ്യയുള്ള ബുദ്ധിയുള്ള വക്കീലന്മാരാവണോ. ഞങ്ങളെ മക്ക നല്ല ഇൽമുള്ള മക്കാവണോ. നല്ല എഞ്ചിനീയർമാരാവണോ. നല്ല ഹൊസൽ പ്രവർത്തിക്കണമെങ്കിൽ പക്ഷേ അവിടെ ചിന്തിക്കണം വെറും ആ വിദ്യ മാത്രല്ല ഉഖ്റവിയായ വിദ്യം. ഈ ലോകത്തും പരലോകത്തും വേണ്ട രണ്ട് വിദ്യയും വേണോ, ഇല്ലെങ്കിൽ തോറ്റുപോ. പണ്ടൊരാള് അമേരിക്കത്തിൽ പഠിച്ചിട്ട് വന്ന ഒരു ചെറുക്ക വന്നിട്ട് സുബ്ഹാനല്ലാഹ് ഉമ്മടെ മുട്ട വന്ന ബർമ്പത്തുകു ബാപ്പ മരിച്ചത്. ബാപ്പ മരിച്ചിട്ടാകുമ്പത്തോണു ബാപ്പയുടെ കാണുവായിട്ടില്ല. ബാപ്പയുടെ അടയ്ക്കരയുടെ കേട്ട പള്ളി വശത്തുണ്ട് പോണെ പോയിട്ട് നോക്കൂ. അങ്ങനെ പള്ളിയുടെ മുട്ട വന്ന് നോക്കുമ്പോ ഒരുപാട് SSFകാരും SYSകാരും നല്ല ഇൽമുള്ള മക്ക ദുആറക്കളെ കാണുന്നു. അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅക്രിം നുസ്ലഹു യാസീൻ ഓതിട്ട് ഫാത്തിഹ ഓതി ദുആറക്കളെ കാണുമ്പോ ഓണുകൊരു യാസീൻ പോലും കൊന്തില്ല, ഒരു ഫാത്തിഹ പോലും കൊന്തില്ല, ഒരു സലാം ചൊല്ലവും കൊന്തില്ല, ഓണ് ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ചൊല്ലാണ്ട് വേറെ ചൊല്ലത്തില്ല. കാരണം ഇംഗ്ലീഷ് മീഡിയമിൽ പോയ ചെറുക്ക മദ്രസയുടെ പടിക്ക് പത്തിട്ടില്ല, പള്ളിക്ക് എങ്ങനെയും പത്തിട്ടില്ല. ഹംകു സുബ്ഹാനല്ലാഹ്. അവസാനമായിട്ട് ഉമ്മടൊട്ട് വന്ന് കേക്കറല്ല ഉമ്മ നിന്റെ ബാപ്പക്ക് എന്തിനായിട്ട് ദുനിയാവില് വലിയ പിരിസാ. നിന്റെ ബാപ്പ ജീവിതത്തിൽ നല്ലത് ആഗ്രഹിച്ച് എന്തിനു കേട്ടപ്പോ ഉമ്മ ചന്തു മോനെ നിന്റെ ബാപ്പ പക്ഷപാതം ഒരു സൈഡില്ലാണ്ട് ഞാൻ എപ്പോൾ നല്ല ചൂട് കൊടുത്തോണ്ടിരുന്ന നല്ല വെച്ചാക്കിട്ട് ചൂട് കൊടുത്തോണ്ടിരുന്ന. അപ്പൊ മോന് വിചാരിച്ച റബ്ബേ നിന്റെ ബാപ്പ ഖബറിൽ ചൂട് കിട്ടായില്ലേ വന്ന് ദ്വാരനെതിരെ കൊണ്ടുണ്ടാ അല്ലാ നിന്റെ ബാപ്പയുടെ ഖബറൊന്ന് തീയാൽ നുറക്കല്ലോ. ബാപ്പയുടെ ഖബറേ തീയാൽ നുറക്കല്ല, തീയിൽ നുറക്ക് നരകമേക്കുണ്ട്. ഇങ്ങനത്തെ മക്ക ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥ എന്താവും? അതുകൊണ്ട് നിന്റെ മുഅ്മിനീങ്ങൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. നാളെ ആ വിഷയമല്ല ചെല്ലേണ്ടത്. എന്റെ മുഅ്മിനീങ്ങൾ വളരെ ഗൗരവത്തോടെ ചെയ്യണം. മക്കളെ ബാപ്പയുടെ വിഷയമല്ല, അത് ഞങ്ങൾ ആദരിക്കണം, ബഹുമാനിക്കണം. അതോടൊപ്പം ഇസ്ലാമിക തത്വത്തിൽ ഞങ്ങൾ ജീവിക്കണോ, ഇസ്ലാമിന്റെ നിയമത്തിൽ ഞങ്ങൾ ജീവിക്കണോ. ഉമ്മമാരെ സമയം കിട്ടുമ്പോ ദിക്റും തസ്ബീഹും സ്വലാത്തും ചൊല്ലണോ, സമയത്തിൽ നിസ്കരിക്കണോ. മൊയിലഞ്ചി അത് ഇത് ചെന്നിട്ട് അഞ്ഞ ഓടിട്ട് കുഞ്ചിലൊരു ചീലയിട്ടോണ്ട് പെൻസിലങ്ങാടില് ചെരുപ്പിടങ്ങാടില് തിരിഞ്ഞിട്ട് ഉള്ള ഹബ്ബം ഉള്ള ബൊബ്ബം ഉള്ള പോയിട്ട് സുബ്ഹാനല്ലാഹ് തൊട്ടിൽ വെച്ചിട്ട് ഡാൻസ് ആക്കിടല്ല. പടച്ച റബ്ബ് പൊരുത്തപ്പെടാത്ത അന്യപുരുഷന്മാരെ മുന്നുള്ളു തൊട്ടിൽ വെച്ചിട്ട് തീരിടല്ല. ഇതൊക്കെ കടത്തിരങ്ങോക്കിട്ടോണ്ട് തെരഞ്ഞ ബീലത്തില് ആറ് മാപ്പിളമാർക്കിട്ടോണ്ട് പോലി അബ്ബമാര് കൊടുക്കോണ്ടല്ല പോലി മക്കളെ കടത്തിരങ്ങോക്കൂ. ഞങ്ങളെ ഇത്ര നല്ല നല്ല ദീനീ കർമ്മങ്ങൾ നടക്കുമ്പോ പെണ്ണിങ്ങ ബണ്ടിലാണ്ടുള്ള പെണ്ണിങ്ങ ഉള്ളാർ അല്ലാഹു ബർക്കത്താക്കട്ടെ, അല്ലാഹു ഖൈറിലാക്കട്ടെ. മോനെ നീ വിചാരിച്ച പോലെ പെണ്ണുങ്കാലം നല്ല ഇല്ലേ, നിന്റെ ഔത്തുൽ നല്ല ജീവിതത്തിലില്ലേ. നീ ചെയ്ത ബിസിനസ് ബർക്കത്തില്ല, നീ ചെയ്ത സൂപ്പർ മാർക്കറ്റ് കാര്യമില്ല. ദുനിയാവിൽ അത് ഉപകാരമില്ല, ആഖിറത്തിൽ ഉപകാരമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ഉപകാരമുള്ളത് 3 കാര്യമായിട്ട് മഹാനായ റസൂലുള്ളാഹി നാ ചെന്നില്ലേ. 4 കാര്യം ഭാഗ്യമുള്ള കാര്യം. 1 അല്ലാഹു ഞങ്ങൾക്ക് ദിക്ർ ചൊല്ലി നാവ് തന്നാണ് വലിയ ഭാഗ്യക്കാരൻ ഞങ്ങ. അതുപോലെ ഖൽബൻ ശാക്കിറാ ശുക്ർ ചെയ്ത ഒരു മനസ്സ് ഞങ്ങൾക്കുണ്ടാ ഞങ്ങ വലിയ ഭാഗ്യക്കാര. അല്ലാഹ് തന്നേക്ക് ഒരു ശുക്ർ ചെയ്തങ്ങനത്തെ ഒരു മനസ്സ്. അല്ലാഹ് ഞങ്ങൾ സ്വത്ത് തന്നില്ലേ, സമ്പത്ത് തന്നില്ലേ, എണ്ണകു തീരാത്ത കൊണ അല്ലാഹ് നമ്മ ആക്കില്ലേ. നല്ല കണ്ണ് തന്ന, നല്ല ശ്വസിക്കു ശ്വാസ തന്ന, നല്ല മൂക്ക് തന്ന, നല്ല ആരോഗ്യം തന്ന ആ റബ്ബുക്ക് ഞങ്ങൾ ശുക്ർ ചെയ്യണ്ടേ. എന്തിനാ ശുക്ർ? ശുക്രിൽ വെച്ച് ഏറ്റവും വലിയ ശുക്ർ 5 വക്ത് നിസ്കാരം, 5 വക്ത് का नमाज गट्टी पकड़ना. अल्लाह तौफीक दे, अल्लाह तौफीक തരട്ടെ.
നാ മാട്ട ചെന്നില്ലേ 5 വക്ത് നിസ്കാരത്തിലുള്ള ഫായിദ നിങ്ങൾ പലപ്പോഴും ചെന്നര ദുഹുർ നിസ്കരിച്ച അല്ലാഹ് ബർക്കത്ത് തണ്ട ഫ്ലാറ്റിലും സൂപ്പർ മാർക്കറ്റിലും എല്ലാത്തിലും അല്ലാഹ് ബർക്കത്ത് തണ്ട അതേ നിലയ്ക്ക് അസർ നിസ്കരിച്ചേ അല്ലാഹ് ആഫിയത്ത് തണ്ട മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹ് ഉസ്താദ് ആഫിയത്ത് കൊണ്ടും തൊന്തരയില്ല മെത്തര കഞ്ഞി സുബൈക്ക് കുടിച്ചോണ്ടുള്ള നല്ല ലേഹ തിന്നുകൊണ്ടുള്ള നല്ല ഫുഡ് താൻ തിന്നുകൊണ്ടുള്ള അതിനിടയ്ക്ക് ജിമ്മുക്കും പോയോണ്ടുള്ള ഉസ്താദ് ആഫിയത്തും തൊന്തരയില്ല നന്റെ പട്ട അത് സൽമാൻ ഖാന്റെ പട്ട പോലെ ഉണ്ട് ഈ ഉസ്താദിന്റെ പട്ട എന്തെങ്കിലും ഒരു ബർക്കത്തെ കിട്ടാൻ ആരെ പട്ടയെന്നോ സൽമാൻ ഖാന്റെ പട്ട ആർല സൽമാൻ ആലിമാ ഏതോ ഒരു സിനിമാ നടന്റെ അഭിമാനി പോണു അല്ലാഹ് പടച്ചറബ് ഞങ്ങളെ മക്കളെ കാക്കട്ട് പടച്ചറബ് ഞങ്ങളെ മക്കളെ സലാമത്താക്കട്ട് ഇണ്ട് കണ്ടില്ലേ ഞങ്ങളെ മക്ക ആരാഭിമാനിട്ട് മുഖം നോക്കുമ്പോ കൊന്താവിടും അവന്റെ താടി കാണുമ്പോ കൊന്താവിടും അവന്റെ മുടി കാണുമ്പോ കൊന്താവിടും എന്റെ പടച്ചറബേ ഒരു ചെറുക്കടെ മുടി നോക്കിയ കക്കൂസിന്റെ ബ്രസ് പോലെ ഉണ്ട് ഇതെന്തിനെ കേട്ടാ ഇത് ഒരു അഭിമാനിയോ ഏതോ ഒരു വോളിബോളിലോണ്ട് വെച്ച മുടിയില്ല ബാബാ ഏതോ ഒരു ക്രിക്കറ്റ് താരം വെച്ചിട്ട് കക്കൂസർ ബ്രസ് പോലെ ഇങ്ങനെ വെച്ചപ്പോ ഓണു അതേ മോഡൽ അല്ലാ ആരോണു ഡബലാജിരമോണു പള്ളിക്ക് 5 വക്ത് നിസ്കരിക്കണം മുഹമ്മദ് രമോണു ഓൻ പള്ളിക്ക് പോവാതെ തെർക്ക് പോകും അല്ലാഹ് ആക്കട്ടെ പോണ്ടല്ല പോണു പള്ളിക്ക് പോകണ്ടേ അവന്റെ മോണു അതേപോലെ ജീവിക്കണം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അല്ലാതെ നീ പള്ളിക്ക് പോയിട്ട് ബിസ്ക്കറ്റ് ആക്കാൻ തസ്ബീഹ് ആക്കിയിട്ട് നീ ഹജ്ജ് ഉംറ ആക്കിയിട്ട് നിന്റെ മോന് സിനിമാ മോഡലായി പോയെങ്കിൽ അല്ലാഹ് നിന്റെ ഒട്ട് കേൾക്കണേ മോനെ നിന്റെ മോന്റെ സമാക്കൊന്നും നിനക്ക് തീരില്ല അല്ലാഹ് നാ ചെന്ന പോലെ കേൾക്കാണ്ട് എന്തെല്ലാ ഭർത്താക്കള ഉത്തരേ എവിടെ ഭർത്താക്കളെ ഭർത്ത വലിച്ചിട്ടേ അല്ലാ അവന് ബുദ്ധി പഠിപ്പാട്ടങ്ങനത്തെ എന്തിരെ ഹിക്മത്ത് കാട്ടുതീന് അവനക്ക് നല്ല യുക്തിപരമായിട്ട് ബില്ലി നോക്കൂ അള്ളാന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ കേട്ടതാ നിങ്ങൾ കേട്ടിരിക്കുവാറ് ബഹുമാനപ്പെട്ട ഖുറൈം റളിയല്ലാഹു അൻഹു ഒരു സ്വഹാബി വലിയ മഹാനാണ് അള്ളാന്റെ റസൂൽ വിളിക്കുന്ന ശൈലി നോക്കൂ താൽ യാ ഖുറൈം താൽ ബാ നിഅമ റജുലു യാ ഖുറൈം തു അച്ഛാ ആദ്മി ഹേ നീ നല്ലൊരു മനുഷ്യനല്ലമ്മ എന്താ ഇങ്ങനെ ഉസ്താദ് ബിൽക്കുൾ അങ്ങനെ അല്ലാണ്ട് ബെല്ലാസരന്റെ പറയിടല്ല പറയിടാമ തോന്നു നീ കള്ളുകുടി കള്ള ഹംകു ഇത് പിറ്റാണ് ഉണക്കി തലക്കേറി അമ്മയിലൊരു ഓട് ഓട്ടമുള്ള പിന്നെ നോക്കണേ ഉണങ്ങനെ അപ്പൊ ആ നിലക്കുള്ള ഉപദേശാക്കേണ്ട അള്ളാന്റെ റസൂൽ ചെന്നില്ലേ ഒരാളെ ഉപദേശം കൊടുക്കുന്ന യുക്തിപരമായി നോക്കൂ അള്ളാന്റെ റസൂൽ വഴിപാട്ടേ ഖുറൈം റളിയല്ലാഹു അൻഹു വലിയ സഹാബി അല്ലാഹ് വിളിച്ചിട്ട് ചൊല്ലേ നിഅമർ റജുലു യാ ഖുറൈം തൂ അച്ഛാ ആദ്മി ഹേ ലേക്കിൻ തേരാ പാസ് ദോ ഗലത് ഹേ നീ ആള് നല്ലതാണ് പക്ഷെ നിന്റെ കയ്യിൽ 2 തപ്പുണ്ടല്ലപ്പാ അള്ളാന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ ആ സഹാബി കേൾക്കുന്നു യാ റസൂലല്ലാഹ് എന്തിനാ തപ്പു നബിയേ വതൂലു ജുമ്മതിഹി വഇസ്ബാലു ഇസാരിഹി മുഹമ്മദുർ റസൂലുള്ളാഹ് ഒന്നാമത്തെ തപ്പു നിന്റെ മുടിയുടെ ജുട്ടുണ്ടല്ലേ ആ ബോക്സ് ആ സേഞ്ചർ കട്ട് ഷേജർ കട്ട് കക്കൂസർ ബ്രസ് പോലത്തെ കണ്ട മുടി അത് ഇല്ലാണ്ടാക്കും മുഹമ്മദുർ റസൂലുള്ളാഹി നഹാ അനിൽ ഖസർ അവിടെ ചെത്തിട്ട് നടുവിൽ മാത്രം മുടി വെക്കുന്നത് പാടില്ല അപ്പുറത്തെ ഇപ്പുറത്തെ ചെത്തിട്ട് നടുവിൽ മാത്രം മുടി വെക്കുന്നത് ഇസ്ലാമില്ല അത് ഇസ്ലാമിലുള്ളതല്ല സ്ലോപ്പ് കട്ട് എന്തെല്ലാം പേരുണ്ട് റബ്ബേ വെജ് കട്ട് നോൺ വെജ് കട്ട് പടച്ചറ ആരിത് ഞങ്ങളെ പാലക്കാർ ബാരിങ്ങ ആറ് നോക്കുമ്പോ 6 യങ് വയസ്സിലെ പ്രസിഡന്റ് ഓണക്ക് പ്രസിഡന്റ് കൊടുത്തെങ്കിൽ ഓണ്ടേ ശിഷ്യന്മാർ ഇതേപോലെ ആവലല്ലപ്പാ മെമ്പർമാർ പ്രസിഡന്റ് സമയമല്ലേ സെക്രട്ടറി സമാവിടെ സെക്രട്ടറി സമയമെങ്കിലെ പ്രസിഡന്റ് സമാവിടെ ചെന്ന പോലെ അബ്ബമേ 100 ഇട്ടെങ്കിൽ മോൺ 200 ഇടാണ്ടിക്കുവാണ് അബ്ബ 200 ഇടും അബ്ബ 100 ഇടുമ്പോ മോൺ 200 ഇടറാ അള്ളാഹു കാക്കട്ട് അബ്ബ 1 കൊടി പിടിക്കുമ്പോ മോണും 2 കൊടി പിടിക്കടാ അള്ളാഹു നിങ്ങളെ കാക്കട്ട് അബ്ബ പോണ്ടേ തെരുലെ മക്ക പോണ്ടേ അബ്ബ നല്ല